നമുക്ക് ജനറൽ ഫോർമുല ഉണ്ട്. ഓക്കെ, ജനറൽ ഫോർമുല ഓഫ് ആൽക്കെയിൻസ് ആൽക്കീൻസ് ആൻഡ് ആൽക്കൈൻസ്. അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. അപ്പം ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n+2 ആണ്. ഫോർ എക്സാമ്പിൾ N എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണമാണ്. അപ്പം സപ്പോസ് ഈത്തേൻ എടുക്കുവാണെങ്കിൽ ഈത്തേനകത്ത് എത്ര കാർബൺ ഉണ്ട്? 2 കാർബൺ ആണുള്ളത്. അപ്പൊ അതിൽ ഹൈഡ്രജന്റെ എണ്ണം എന്ന് പറയുന്നത് 2n+2, ദാറ്റ് ഈസ് 2 × 2 + 2. ഹൈഡ്രജന്റെ എണ്ണം 6 വരും. ഓക്കെ, അപ്പോൾ CnH2n+2 ആണ് ആൽക്കെയിൻസിന്റെ ജനറൽ ഫോർമുല. ആൽക്കീൻസിന്റെ ജനറൽ ഫോർമുല എന്ന് പറയുമ്പോൾ CnH2n. ഫോർ എക്സാമ്പിൾ C3 ആണെങ്കിൽ ഹൈഡ്രജൻ എത്ര കാണും? 2n, ദാറ്റ് ഈസ് 2 × 3 6. പ്രൊപ്പീന്റെ സ്ട്രക്ചർ ആണിത്. ദെൻ ആൽക്കൈൻസ് ആണെങ്കിൽ അവരുടെ ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n-2. ഇപ്പോൾ സപ്പോസ് പെൻറ്റൈൻ ആണെന്നുണ്ടെങ്കിൽ C5H2n അല്ലേ? H2n എന്ന് പറയുമ്പോൾ 10 വരും. 2 × 5 10, 10-2 H8 വരും. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പം ആൽക്കെയിൻസ് ആകുമ്പോൾ ഏതൊക്കെ വരും? CH4, C2H6, C3H8 അങ്ങനെ പോകും. CnH2n+2 ആ ലെവലിൽ പോകും. ദെൻ ആൽക്കീൻസ് ആണെങ്കിലോ CnH2n, ദാറ്റ് മീൻസ് C2H4, C3H6, C4H8 അങ്ങനെ പോകും. ആൽക്കൈൻസ് ആണെങ്കിൽ ജനറൽ ഫോർമുല CnH2n-2, അതായത് C2H2, C3H4 അങ്ങനെ CnH2n-2 ആ രീതിയിലായിരിക്കും ആൽക്കൈൻസ്. ഇപ്പൊ ഈ ജനറൽ ഫോർമുല ഒന്ന് കാണാതെ പഠിച്ചിരിക്കണം കേട്ടോ, അത് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഇനി റിയാക്ഷൻ മെക്കാനിസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് റിയാക്ഷൻസ് നോർമലി ഏതൊക്കെ പാത്വേയിലൂടെയാണ് പോകുന്നത്, ദെൻ ഇലക്ട്രോൺ ഡിസ്പ്ലേസ്മെന്റ് എഫക്ട്സും പിന്നെ ഐസോമറിസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഓരോന്നും നോക്കാം. ഇപ്പൊ ഫസ്റ്റ് അതുപോലെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഏറ്റവും കൂടുതലായിട്ട് കാർബൺ കോവാലന്റ് ബോണ്ട്സ് ആണ്. ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ബോണ്ടിങ് എന്ന് പറയുന്നത് കാർബൺ കോവാലന്റ് ബോണ്ട്. അപ്പൊ കാർബൺ ഹൈഡ്രജൻ ആയാലും അവിടെ എന്താണ്? കോവാലന്റ് ബോണ്ടാണ്. കാർബൺ കോവാലന്റ് ബോണ്ടാണ്. ഓക്കെ, അപ്പൊ ഈ കോവാലന്റ് ബോണ്ടിന്റെ ഫിഷൻ, അതിന്റെ എങ്ങനെയാണ് കോവാലന്റ് ബോണ്ടിന്റെ ബ്രേക്കേജ് നടക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ 2 രീതിയിൽ ബ്രേക്കേജ് നടത്താം. ഒന്നെന്ന് പറയുന്നത് ഹോമോളിസിസും മറ്റൊന്ന് പറയുന്നത് ഹെട്രോളിസിസ് എന്നും പറയും. അപ്പൊ എന്താണ് ഹോമോളിസിസ്, എന്താണ് ഹെട്രോളിസിസ് നോക്കാം. ഹോമോളിസിസ് എന്ന് പറഞ്ഞാല് നമ്മളുടെ കയ്യിൽ കാർബൺ ഹൈഡ്രജൻ ബോണ്ടിങ് അല്ലേ? ഈ ബോണ്ടിങ്ങിൽ കാർബൺ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണും ഉണ്ട്, ഹൈഡ്രജൻ ഡൊണേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണും ഉണ്ട് അല്ലേ? ഈ 2 ഇലക്ട്രോണും അവരവർ തന്നെ തിരിച്ചെടുക്കുന്നു. ഓക്കെ, ഇത് ഹൈഡ്രജൻ ഷെയർ ചെയ്ത ഇലക്ട്രോൺ ഹൈഡ്രജനും എടുക്കുന്നു, കാർബൺ ഷെയർ ചെയ്ത ഇലക്ട്രോൺ കാർബണും എടുക്കുന്നു. അപ്പം എങ്ങനെയാണ് ഹോമോളിസിസിന്റെ ആരോ കാണിക്കുന്നത് വെച്ചാൽ അത് ഫിഷ് ഹൂക്ക് ആരോ എന്ന് പറയുന്നത്. മീൻസ് പാർഷ്യൽ ആരോ ആണ്. നമ്മൾ നോർമലി ആരോ ഇടുന്നത് ഇങ്ങനെയല്ലേ? ആക്ച്വലി നമ്മൾ ഇലക്ട്രോൺസ് നോർമൽ ആരോ ഇങ്ങനെയാണ്, ഒരിടത്തുനിന്ന് മറ്റൊരു സൈഡിലേക്കുള്ളത് ഇങ്ങനെ കാണിക്കും. ആരോ ഇങ്ങനെ സ്ട്രെയിറ്റ് ആരോ ആണെങ്കിൽ. പക്ഷെ ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസത്തിൽ നമ്മൾ ഇലക്ട്രോൺസിന്റെ ഫ്ലോ അല്ലേ പറയുന്നത്. ഇലക്ട്രോൺസിന്റെ ഫ്ലോയെ നമ്മൾ നോർമലി കേർവ്ഡ് ആരോ കൊണ്ടിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. കേർവ്ഡ് ആരോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഈ ടെയിൽ ഭാഗത്ത് എന്ന് വെച്ചാൽ അവിടെയാണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള സ്പീഷീസ്, അവിടെ നിന്ന് ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിട്ടുള്ള സൈഡിലേക്ക് പോകുന്നു. അപ്പൊ കേർവ്ഡ് ഫോമിലാണ് നമ്മൾ ആരോ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്തിന്? ഇലക്ട്രോണിന്റെ മൂവ്മെന്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡൊണേറ്റ് ചെയ്തിട്ടുള്ള അല്ലെ ആ കോവാലന്റ് ബോണ്ടിന്റെ ഡൊണേഷൻ ഇല്ലേ, അത് ആ ഡൊണേഷൻ ആയിട്ട് കൊടുത്തിട്ടുള്ള ആ ഇലക്ട്രോൺസിന് അതാത് ആറ്റങ്ങൾ തന്നെ തിരിച്ചെടുക്കുന്നു. അപ്പൊ നമ്മൾ ഈ പാർഷ്യൽ ആയിട്ടാണ് കാണുന്നത്. ഈ പാർഷ്യൽ ആരോടെ മീനിങ് എന്താണ്? ഇത് ഹോമോളിസിസ് ആണ്. അപ്പൊ ഹോമോളിസിസിന്റെ ഫലമായിട്ട് നമ്മൾക്ക് എന്ത് ഫോം ചെയ്യും? ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യും. ഫ്രീ റാഡിക്കൽസ് എന്ന് വെച്ചാൽ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്. ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ ഉണ്ടാകുന്ന ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഒരു കാർബൺ ഫ്രീ റാഡിക്കലും ഉണ്ടാകുന്നുണ്ട്, ഒരു ഹൈഡ്രജൻ ഫ്രീ റാഡിക്കലും ഫോം ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞാൽ ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ്, അതായത് ഹാഫ് സ്പിൻ ആയിട്ടുള്ള ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ് ഫ്രീ റാഡിക്കൽസ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദേ ആർ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ്. അവർക്ക് ഇലക്ട്രോണിന്റെ എണ്ണം കുറവാണ്. ഓക്കെ, അതായത് ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല. അങ്ങനത്തെ ഫ്രീ റാഡിക്കൽ സ്പീഷീസുകളുടെ ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ദേ ആർ ഹൈലി
റിയാക്റ്റീവ് ആൻഡ് അൺസ്റ്റേബിൾ. ആ ഒരു സ്പീഷീസ് ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞ സ്പീഷീസ് എന്ന് പറയുന്നത് എന്താണ്? അവർ അൺസ്റ്റേബിൾ ആണ്. അൺസ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അതെന്താണ്? ഹൈലി റിയാക്റ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മോഡ് ഓഫ് ഫിഷൻ എന്ന് പറയുന്നത് എന്താണ്? ഹോമോളിസിസ് ആണ്. ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ആ ഷെയർഡ് ഇലക്ട്രോൺസിനെ അതാത് ആറ്റങ്ങൾ തന്നെ തിരിച്ചെടുക്കും. അതാണ് ഹോമോളിസിസ്. ഹോമോളിസിസിന്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ഫ്രീ റാഡിക്കൽസ്. ഓക്കെ, അപ്പൊ ഫ്രീ റാഡിക്കൽസ് ഓഡ് ഇലക്ട്രോൺ സ്പീഷീസ് ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ് ആൻഡ് അൺസ്റ്റേബിൾ ആണ്. ഇനി നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസിനെ നമ്മൾ പ്രൈമറി കാർബൺ പ്രൈമറി ഫ്രീ റാഡിക്കൽസ്, സെക്കൻഡറി ഫ്രീ റാഡിക്കൽസ് ആൻഡ് ടേർഷ്യറി ഫ്രീ റാഡിക്കൽസ് എന്ന് കാറ്റഗറൈസ് ചെയ്യാറുണ്ട്. എന്താ ഈ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് വെച്ചാൽ നോർമലി നമ്മുടെ ഫ്രീ റാഡിക്കൽ, സപ്പോസ് ഞാനിവിടെ മീതൈൽ ഫ്രീ റാഡിക്കൽ എഴുതാൻ പോവാണേ, CH3. മീതൈൽ ഫ്രീ റാഡിക്കലും ഈതൈൽ ഫ്രീ റാഡിക്കലും, CH3 CH2. ഇവരെ രണ്ടുപേരെ നമ്മൾ പ്രൈമറി ഫ്രീ റാഡിക്കൽസ് എന്ന് വിളിക്കും. അപ്പൊ എന്താ പ്രൈമറി ഫ്രീ റാഡിക്കൽ അല്ലെ പ്രൈമറി കാർബൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നെങ്കിൽ നോർമലി നമ്മൾ പറയുന്ന ഫങ്ഷണൽ ഗ്രൂപ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞ റാഡിക്കൽസോ ഇലക്ട്രോൺസോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കാർബണിലോ അല്ലെങ്കിൽ അതുള്ള കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മറ്റൊരു കാർബണിലോ ആണെങ്കിൽ, ഇപ്പൊ നോക്കിയേ CH3യുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കാർബൺ അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? മീതൈൽ റാഡിക്കൽ എന്താണ്? ഇതൊരു പ്രൈമറി റാഡിക്കൽ ആണ്. ഇനി ഈതൈൽ റാഡിക്കൽ നോക്കുകയാണെങ്കിലോ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ തൊട്ടടുത്ത് ഒരൊറ്റ കാർബണുമായിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. അപ്പൊ അതും എന്താണ്? പ്രൈമറി. അപ്പൊ രണ്ട് പ്രൈമറി ഉണ്ട്. ഒന്നുകിൽ ഒരു കാർബൺ ആറ്റവുമായിട്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ ഹൈഡ്രജൻസ് മാത്രമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത ഒരു കാർബൺ ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുന്നതെങ്കിൽ അവരാണ് പ്രൈമറി കാർബൺസ്, അല്ലെ പ്രൈമറി. നമ്മളിവിടെ ഫ്രീ റാഡിക്കൽ പറയുന്നുണ്ട്, ഇവിടെ പ്രൈമറി ഫ്രീ റാഡിക്കൽ എന്ന് പറയും. അപ്പൊ എന്താ സെക്കൻഡറി എന്ന് പറഞ്ഞാല്? സെക്കൻഡറി എന്ന് പറഞ്ഞാല് നമ്മൾ ഫ്രീ റാഡിക്കൽ ഉള്ള കാർബൺസ് തൊട്ടടുത്ത രണ്ട് കാർബൺ സ്പീഷീസുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ഓക്കെ, ഒരു H. ഓക്കെ, എന്താ ഈ ഫ്രീ റാഡിക്കൽ ഉള്ള കാർബൺ തൊട്ടടുത്ത രണ്ട് കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അതാണ് സെക്കൻഡറി കാർബൺ അല്ലെ സെക്കൻഡറി ഫ്രീ റാഡിക്കൽ. ടേർഷ്യറി എന്ന് പറയുമ്പോൾ എന്താണ്? തൊട്ടടുത്ത് മൂന്ന് കാർബണുമായിട്ട്, ഓക്കെ, നമ്മുടെ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ മൂന്ന് മറ്റ് കാർബൺ ആറ്റംസുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. അത്തരത്തിലുള്ള കാർബൺസ് ആണ് ടേർഷ്യറി ടേർഷ്യറി ഫ്രീ റാഡിക്കൽസ് അല്ലെങ്കിൽ ടേർഷ്യറി കാർബൺസ്. അപ്പൊ എന്താ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി മനസ്സിലായോ? നമ്മുടെ ഫ്രീ റാഡിക്കൽ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫങ്ഷണൽ ഗ്രൂപ്പ് അത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രീ റാഡിക്കൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ തൊട്ടടുത്ത മറ്റൊരു കാർബണുമായിട്ട് മാത്രമേ ബോണ്ട് ഫോം ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള കാർബൺസ് ആണ്, അത്തരത്തിലുള്ള സ്പീഷീസ് ആണ് പ്രൈമറി കാർബൺസ് അല്ലെങ്കിൽ പ്രൈമറി ഫ്രീ റാഡിക്കൽ എന്ന് പറയുന്നത്. സെക്കൻഡറി എന്ന് പറയുമ്പോൾ ഫ്രീ റാഡിക്കൽ ഉള്ള കാർബൺ തൊട്ടടുത്ത രണ്ട് കാർബണുമായിട്ട് ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നില്ല സെക്കൻഡറി, തൊട്ടടുത്ത് മൂന്ന് കാർബണുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്യുമെങ്കിൽ അത് ടേർഷ്യറി. നമ്മൾ പറഞ്ഞല്ലോ ഫ്രീ റാഡിക്കൽസ് എന്ന ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്. അപ്പൊ അവർക്ക് അൺസ്റ്റേബിൾ ആണ്. ആ സ്റ്റെബിലിറ്റിക്ക് ഒരു ഓർഡർ ഉണ്ട്. അതായത് ഏറ്റവും സ്റ്റെബിലിറ്റി കൂടുതൽ ടേർഷ്യറി ഫ്രീ റാഡിക്കൽസിനാണ്, അതിനേക്കാൾ കുറവാണ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽസിന്, ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ് പ്രൈമറി ഫ്രീ റാഡിക്കൽസ്. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുക എന്നുള്ളത് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അപ്പൊ കുറച്ചൊരു ഡീറ്റെയിൽസ് ആയിട്ട് പറയാം. അപ്പൊ എന്താ ഫ്രീ റാഡിക്കൽസ് എന്നും എന്താ ഹോമോളിസിസ് എന്ന് മനസ്സിലായോ? ഹോമോളിസിസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ ആയിട്ട്, അതായത് ഒരു ബോണ്ടിങ്ങിൽ ഷെയറിംഗിൽ ഏർപ്പെട്ടിരിക്കുന്ന ഇലക്ട്രോൺ അതാത് ആറ്റംസ് തിരിച്ചെടുക്കുന്നു. ഓക്കെ, അങ്ങനെ ആ ഒരു ബോണ്ട് ബ്രേക്കേജ് ആണ് ഹോമോളിസിസ്. ഹോമോളിസിസിന്റെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് ഫ്രീ റാഡിക്കൽസ്. ഫ്രീ റാഡിക്കൽസിന്റെ അവർ ഹൈലി റിയാക്റ്റീവ് ആണ്, അതുകൊണ്ട് തന്നെ അൺസ്റ്റേബിളും ആണ്. ഓക്കെ, നോർമലി ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത് ഫോട്ടോളിസിസ്, മീൻസ് ലൈറ്റിന്റെ പ്രസൻസിലുള്ള ഫിഷൻ. ഹോമോളിസിസ് അതായത് ഫോട്ടോളിസിസ് അല്ലെങ്കിൽ തെർമോളിസിസ് എന്ന് വെച്ചാൽ ഹീറ്റ്, ഒന്നെങ്കിൽ ഹീറ്റിന്റെ പ്രസൻസിൽ ഉണ്ടാകുന്ന ഫിഷനോ അല്ലെന്നുണ്ടെങ്കിൽ ലൈറ്റിന്റെ പ്രസൻസിൽ ഉണ്ടാകും. HNu മീൻസ് ലൈറ്റ് എന്നാണ് കേട്ടോ. നമ്മൾ ലൈറ്റ്, അതായത് അവിടെ കാറ്റലിസ്റ്റ് ആയിട്ട് ലൈറ്റ് ആയിരിക്കും ഇനിഷ്യേറ്റ് ചെയ്യുന്ന ആ ഒരു റിയാക്ഷൻ. HNu എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. ലൈറ്റ് ഫോട്ടോളിസിസോ അല്ലെങ്കിൽ തെർമോളിസിസോ ആണ് എന്ത് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്നത്. ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന പറഞ്ഞില്ലേ, ഈ റാഡിക്കലിന്റെ ഷേപ്പും ഹൈബ്രിഡൈസേഷനും കാണാതെ പഠിക്കണം. നമ്മൾ പറഞ്ഞു ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണ്, അതായത് ഒരു ഓഡ് ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ആ ഓഡ് ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത്? കാർബണിന്റെ pz ഓർബിറ്റലിലാണ്. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പൊ ടോട്ടൽ എത്ര
ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട്, 3 ഹൈബ്രിഡ് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. 3 ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ 3 ഓർബിറ്റൽസ് ആണ്, 3 ഓർബിറ്റൽസ് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നു. ദെൻ ബാക്കി ആ വരുന്ന ഓഡ് ഇലക്ട്രോൺ ഏതാ, pz ഓർബിറ്റലിലാണ് ആ ഓഡ് ഇലക്ട്രോൺ ഇരിക്കുന്നത്. അപ്പൊ sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, ട്രയഗണൽ പ്ലാനാർ ആണ് ഇതിന്റെ സ്ട്രക്ചർ. ബോണ്ട് ആംഗിൾ അപ്പോൾ എന്ത് വരും, 120 ഡിഗ്രി വരും. ഓക്കെ, നമ്മൾ sp2 ഹൈബ്രിഡൈസേഷന്റെ സ്ട്രക്ചർ എന്ത് തന്നെയാണ്, സ്ട്രക്ചർ ആക്ച്വലി ട്രയഗണൽ പ്ലാനാർ ആണ്. കറക്റ്റ് ട്രയഗണൽ പ്ലാനാർ അല്ല, ബിക്കോസ് എന്താ ഒരു അൺപെയർ ഇലക്ട്രോൺ ഇരിപ്പില്ല. അപ്പൊ റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡിസ്റ്റോഷൻ കാണുമെങ്കിലും ട്രയഗണൽ പ്ലാനാർ എന്ന് പഠിച്ചാൽ മതി. ബോണ്ട് ആംഗിൾ 120. നമ്മൾ ട്രയഗണൽ പ്ലാനാർ നോർമലി പറയുമ്പോൾ എന്താ അതിന്റെ ബോണ്ട് ആംഗിൾ വരുന്നത്, ബോണ്ട് ആംഗിൾ എപ്പോഴും 120 ഡിഗ്രി ആയിരിക്കും അതിന്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ഇനി ഈ എന്താണ് ഈ രണ്ട് ബോണ്ട്, ഈ ഒരു 3 ഡിഫറെന്റ് ബോണ്ട്സ് കാണിച്ചിട്ടുണ്ട് അല്ലേ. അതായത് കാർബൺ ഒരു ഹൈഡ്രജനുമായിട്ട് നമ്മൾ സിംഗിൾ ലൈൻ ആണ് കാണിച്ചിരിക്കുന്നത്, പിന്നെ ഒരു ബോണ്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, പിന്നെ ഒരു ബോണ്ട് ഇങ്ങനെ കാണിച്ചിരിക്കുന്നു അല്ലേ. ഒരു പ്ലസ് റാഡിക്കലും ഉണ്ട്. അപ്പൊ എന്താ ഈ 3 ബോണ്ടുകളുടെ അർത്ഥം എന്താ, നമ്മൾ ഈ ഒരു സിംഗിൾ ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ, ഓക്കെ, സിംഗിൾ ലൈൻ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അതിന്റെ മീനിങ് ആ 2 ആറ്റംസും എന്താണ്, സെയിം പ്ലെയിനിലാണ്. ഓക്കെ, നമ്മൾ ഇത് സ്റ്റീരിയോ കെമിസ്ട്രി പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു റെപ്രസെന്റേഷൻ കൊടുക്കുക. ഇതിനെ നമ്മൾ 3D റെപ്രസെന്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ 3Dയിൽ ഇങ്ങനെ ഒരു സിംഗിൾ ലൈൻ ആയിട്ടാണ് ബോണ്ട് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് ഈ കാർബണും ഈ ഹൈഡ്രജനും സെയിം പ്ലെയിനിലാണ്. ഓക്കെ, ഇനി എന്താ ഈ ഡാഷ്ഡ് ബോണ്ട്, ഇങ്ങനെ വിട്ട് കാണിക്കുന്ന അതിനെ വിളിക്കുന്ന പേരാണ് ഡാഷ്ഡ് ബോണ്ട്. ഓക്കെ, ഡാഷ്ഡ് ബോണ്ട് മീൻസ് ഈ ഹൈഡ്രജൻ കാർബൺ എപ്പോഴും പ്ലെയിനിൽ തന്നെയാണ്. ഓക്കെ, ഇതിപ്പോ നമ്മുടെ ഒരു പേപ്പർ ആണെങ്കിൽ, ഓക്കെ, ഈ ഒരു സ്ക്രീൻ കാണിക്കുന്ന പേപ്പർ ആണെങ്കിൽ ആ പേപ്പറിനകത്താണ് എന്തിരിക്കുന്നത്, ഈ കാർബൺ ഈ ഹൈഡ്രജനും ഇരിക്കുന്നത്. പേപ്പറിന്റെ ബിലോ പൊസിഷനിലാണ് ഈ ഹൈഡ്രജൻ എങ്കിൽ അത്തരത്തിലുള്ള ബോണ്ടിങ് നമ്മൾ എന്തിൽ കാണിക്കും, ഡാഷ്ഡ് ബോണ്ട്. ഓക്കെ, ഡാഷ്ഡ് ബോണ്ട് മീൻസ് എന്താണ്, ദി ആറ്റം ഈസ് ബിലോ ദി പ്ലെയിൻ, ആ പ്ലെയിനിന്റെ താഴ്ഭാഗത്താണ് കാണുന്നത്. ദെൻ ഇതിനെ വിളിക്കുന്ന പേരാണ്, ഈ ബോണ്ടിനെ വിളിക്കുന്ന പേരാണ് വെഡ്ജ്ഡ് പ്ലെയിൻ, വെഡ്ജ്ഡ് ബോണ്ട്, വെഡ്ജ് ബോണ്ട് എന്ന് പറയും. വെഡ്ജ് ബോണ്ട് മീൻസ് ഈ ഹൈഡ്രജൻ എബവ് ദി പ്ലെയിൻ, ഈ കാർബണിനും മുകളിൽ, നമ്മൾ ഈ പേപ്പർ ഇപ്പൊ സപ്പോസ് പേപ്പറായിട്ട് അസ്യൂം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മുകളിൽ 3D ആയിട്ട് അസ്യൂം ചെയ്യുക, മുകളിലായിട്ട് ഈ പ്ലെയിന്റെ മുകളിലായിട്ടായിരിക്കും എന്തിരിക്കുന്നത്, ഈ ഒരു ഹൈഡ്രജൻ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ 3D റെപ്രസെന്റേഷൻ ആണ് ഓരോ ബോണ്ടിന്റെ മീനിങ് ഇങ്ങനെയാണ്. ഡാഷ്ഡ് ആണെങ്കിൽ ബിലോ ദി പ്ലെയിനും, വെഡ്ജ്ഡ് ആണെങ്കിൽ എബവ് ദി പ്ലെയിനും, ജസ്റ്റ് സിംഗിൾ ലൈൻ ആണെങ്കിൽ ഇൻ ദി പ്ലെയിനും. ഓക്കെ, ആ 2 ആറ്റംസും ഇൻ ദി പ്ലെയിനും ആയിരിക്കും. ഇതാണ് ഫ്രീ റാഡിക്കൽസിന്റെ ഹൈബ്രിഡൈസേഷനും അതിന്റെ ഷേപ്പും ഓർത്ത് വെച്ചേക്കും. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ബോണ്ടിങ് ആണ് എന്ത്, ഹെറ്ററോളിസിസ്. ഹെറ്ററോളിസിസ് എന്ന് പറഞ്ഞാൽ ആ ബോണ്ടിങ്ങിന്റെ ബ്രേക്കേജ് ഈ 2 രീതി കൊടുക്കാം. ഒന്നെങ്കിൽ ബി എന്ന് പറഞ്ഞ, അതായത് 2 ഇലക്ട്രോൺസ് ആണല്ലോ ഇവിടെ ഉള്ളത്, ഒന്നെങ്കിൽ ഈ ബി എന്ന് പറയുന്ന ആറ്റം ഈ 2 ഇലക്ട്രോൺസിനെയും അതങ്ങ് കൊണ്ടുപോകും, അല്ലെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന ആറ്റം ഈ 2 ഇലക്ട്രോൺസിനെ കൊണ്ടുപോകും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടും, ഇത് ഒരാൾ തന്നെ 2 ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുമ്പോൾ ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുന്ന ആൾക്ക് ഒരു നെഗറ്റീവ് ചാർജും ഇലക്ട്രോൺ നഷ്ടപ്പെടുന്ന ആൾക്കൊരു പോസിറ്റീവ് ചാർജ് ഫോം ചെയ്യും അല്ലേ. അതായത് നമ്മൾക്ക് ഇപ്പൊ കാർബണിൽ നിന്ന് ഇലക്ട്രോൺ പോവുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണും കിട്ടും, ഈ കാർബണിലേക്കാണ് ഇലക്ട്രോൺ വരുന്നതെങ്കിൽ അവിടെ ഒരു നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിനെയും കിട്ടും. അങ്ങനെ പോസിറ്റീവ് ചാർജ് ഉള്ള കാർബണിനെ വിളിക്കുന്ന പേരാണ് കാർബോകാറ്റയോൺ അല്ലെങ്കിൽ കാർബോണിയം അയോൺ എന്നും, നെഗറ്റീവ് ചാർജ് ഉള്ള കാർബണിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. ഓക്കെ, അപ്പൊ ഹെറ്ററോളിസിസിന്റെ ഫലമായിട്ട് നമുക്ക് എന്താ, ചാർജ്ഡ് സ്പീഷീസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ്, ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ആണോ ഇവിടെ, അല്ല, ഒരാൾ തന്നെ, അതായത് ആ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾ ആരാണോ, ഓക്കെ, ഇപ്പൊ 2 ബോണ്ടികൾ തൊട്ട് അപ്പുറം 2 സ്പീഷീസ് 2 ആറ്റംസ് അല്ലേ ഉള്ളത്, അതിൽ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾ ആരാണോ ആ സ്പീഷീസ് ആയിരിക്കും ഇലക്ട്രോൺസിനെ കൊണ്ടുപോകുന്നത്. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കും, ഒരാൾക്ക് പോസിറ്റീവ് ചാർജും കിട്ടും, ഒരാൾക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. നമുക്ക് എന്താണ് കാർബോകാറ്റയോൺ എന്ന് നോക്കാം. അപ്പൊ കാർബോകാറ്റയോൺ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, ഇപ്പൊ കാർബണും കാർബണിൽ ഒരു ബോണ്ട്, 3 ബോണ്ടിങ് ഹൈഡ്രജൻ ആണെങ്കിൽ ഒരു ബോണ്ട് എന്തായിരിക്കും, മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ആറ്റം ആയിരിക്കും അല്ലെ, എലമെന്റ് ആയിരിക്കും. അപ്പോൾ കാർബണിനേക്കാളും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടിയ ഒരാളാണ് വന്ന് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും, ആ വരുന്ന ആറ്റം അല്ലെ ആ ഉള്ള ആറ്റം എന്ത്, ഇലക്ട്രോൺസിനെ അതിലേക്ക് ഷെയർ ചെയ്തെടുത്തോണ്ട് പോകും. ഓക്കെ, ഈ കംപ്ലീറ്റ് ഇലക്ട്രോണും എങ്ങോട്ടേക്ക് പോകും,
ആ മോർ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റത്തിലേക്ക് പോകും. അപ്പോൾ കാർബൺ എന്ത് സംഭവിക്കും? കാർബൺ ഇലക്ട്രോൺ പോയി, അതുകൊണ്ട് കാർബൺ ഒരു പോസിറ്റീവ് ചാർജ് കിട്ടും. ഇനി പോസിറ്റീവ് ചാർജ് കാർബൺസിനെ വിളിക്കുന്ന പേരാണ് കാർബോ കാറ്റയോൺ. ഇവിടെ കാർബോ കാറ്റയോണിന്റെ പ്രത്യേകത എന്താണ്? ദിസ് ഓൾസോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് അല്ലേ? ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണോ നോക്കിയ ടോട്ടൽ ഇലക്ട്രോൺസ് ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കിക്കേ. ഈ 3 ഹൈഡ്രജനും ഈ ഒരു കാർബണും ആകുമ്പോൾ നമുക്ക് ടോട്ടൽ 6 ഇലക്ട്രോൺസേ കിട്ടുന്നുള്ളൂ. ഓക്കെ, മൊത്തത്തിൽ ഇതിന്റെ വാലൻസ് ഷെല്ലിൽ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസേ വരുന്നുള്ളൂ? 6 ഇലക്ട്രോൺസേ വരുന്നുള്ളൂ. അതായത് സെക്സ്റ്ററ്റ് ആയിരിക്കും അതിന്റെ സെക്സ്റ്ററ്റ് സ്പീഷീസ്. ദാറ്റ് മീൻസ് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ മൊത്തത്തിൽ 6 ഇലക്ട്രോൺസേ അതിന് കാണത്തുള്ളൂ. ടോട്ടൽ അതായത് ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിന്നല്ല, ആ ഒരു കാർബൺ സ്പീഷീസ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ മൊത്തത്തിൽ 6 ഇലക്ട്രോൺസേ കാണത്തുള്ളൂ. 3 ഇലക്ട്രോൺസ് ഹൈഡ്രജൻ കൊടുക്കുന്നതും 3 ഇലക്ട്രോൺ അതിന്റെ വാലൻസ് ഷെല്ലിൽ ബാക്കിയുള്ള 3 ഇലക്ട്രോൺസ്. ഓക്കെ, അപ്പൊ ഇതാണ് കാർബോ കാറ്റോൺ. കാർബോ കാറ്റോണിനെ നമുക്ക് എങ്ങനെയാ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറിന്ന് കാറ്റഗറൈസ് ചെയ്യും. പ്രൈമറി ആകുമ്പോൾ എന്താണ്? മീഥൈൽ കാറ്റയോണും ഓക്കെ ഈഥൈൽ കാറ്റയോണും എന്താണ്? പ്രൈമറി കാർബോ കാറ്റയോൺസ് ആണ്. ഓക്കെ, ഇവർ രണ്ടുപേരും പ്രൈമറി കാർബോ കാറ്റയോൺസ്. എന്താ? പോസിറ്റീവ് ചാർജുള്ള കാർബൺ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു കാർബണിലോ അല്ലെങ്കിൽ 0 കാർബണിലോ ആണെങ്കിൽ അത് പ്രൈമറി. ദെൻ സെക്കൻഡറി കാർബോ കാറ്റയോൺ ആണ്. 2 കാർബൺ സ്പീഷീസ് ആയിരിക്കും ആ ഒരു കാർബോ കാറ്റയോൺ അറ്റാച്ച് ചെയ്യുന്നത്, അത് സെക്കൻഡറി ആണ്. ടേർഷറി എന്ന് പറയുമ്പോഴോ 3 കാർബണുമായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിരിക്കുന്നത്, അതെന്താണ്? ടേർഷറി കാർബോ കാറ്റയോൺ ആണ്. ഇവിടെയും ഹൈലി ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് അല്ലേ, ഒക്ടറ്റ് കംപ്ലീറ്റ് അല്ല, അതുകൊണ്ട് അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവുമാണ്. സ്റ്റെബിലിറ്റിയുടെ ഓർഡർ ഇവിടെയും എന്ത് തന്നെയാണ്? ടേർഷറിക്കാണ് ഏറ്റവും കൂടുതൽ. ദെൻ സെക്കൻഡറിക്ക് ഏറ്റവും സ്റ്റെബിലിറ്റി കുറവ് എവിടെയാണ്? പ്രൈമറിക്കായിരിക്കും കുറവ്. ഓക്കെ, അപ്പം ഇവരെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് എഫക്റ്റും ഹൈപ്പർ കോൺജുഗേഷനും ആണ്. അതെന്താന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി വരുമല്ലോ. ഇവിടെയും കാർബോ കാറ്റോ ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് സ്പീഷീസ് ആണെന്ന് പറഞ്ഞല്ലേ, ഇവിടെയും ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ആ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് 3 ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഓക്കെ, ദെൻ അതിൽ വേക്കന്റ് ആയിട്ടുള്ള pz ഓർബിറ്റൽ ഉണ്ട്. sp2 ഹൈബ്രിഡൈസേഷൻ ആയതുകൊണ്ട് തന്നെ അതിനെന്താണ്? ട്രയഗണൽ പ്ലാനാർ ജോമെട്രി ആണ്. ബോണ്ട് ആംഗിൾ 120 ഡിഗ്രിയുമാണ്. ഓക്കെ ആണോ ഇത്രയും? ഇനി ഹെട്രോളിസിന്റെ ഫലമായിട്ട് മറ്റൊരു സ്പീഷീസ് കൂടി ഫോം ചെയ്യും അല്ലേ? നമ്മുടെ കാർബൺ, ഓക്കെ, നമ്മളുടെ കയ്യിലിരിക്കുന്ന കാർബൺ സ്പീഷീസ് അല്ലെ ഓർഗാനിക് കോമ്പൗണ്ട് ഒരു മെറ്റലുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ കാർബണിനേക്കാളും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ ഒരു ആറ്റവുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്, ഇലക്ട്രോൺസ് എങ്ങോട്ടേക്ക് പോകും? ഇലക്ട്രോൺസ് കാർബണിലേക്ക് പോകും. അങ്ങനെ ആ ബോണ്ട് ഫിഷന്റെ ബോണ്ട് ക്ലീവേജിന്റെ ഫലമായിട്ട് എന്ത് ഫോം ചെയ്യും? നെഗറ്റീവ് ചാർജ് ഉള്ള ഒരു കാർബൺ സ്പീഷീസും കിട്ടും, പോസിറ്റീവ് ചാർജ് ഉള്ള ബാക്കി മറ്റു അയോണും കിട്ടും. നെഗറ്റീവ് ചാർജ് ഉള്ള കാർബൺ സ്പീഷീസിനെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. ഓക്കെ, ആ നെഗറ്റീവ് കാർബണെ വിളിക്കുന്ന പേരാണ് കാർബാനയോൺ. നോർമലി നമ്മൾക്ക് മെറ്റൽസ് ആണ്, ഓക്കെ, കാർബൺ മെറ്റൽസും അറ്റാച്ച് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള ബോണ്ടിങ്ങിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കാർബാനയോൺസ് കിട്ടുന്നത്. ഗ്രിഗ്നാർഡ് റിയേജന്റ് ഇല്ലേ, ഗ്രിഗ്നാർഡ് റിയേജന്റ് RMgx നമ്മൾ എഴുതത്തില്ലേ, ദാറ്റ് ഈസ് CH3MgCl എന്ന് എടുക്കുക. ഇതില് മെറ്റലുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്ത്, നമ്മുടെ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട് അല്ലേ, മെറ്റലുമായിട്ടാണ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്പീഷീസ് വരുമ്പോൾ നമുക്ക് ഗ്രിഗ്നാർഡ് റിയേജന്റ് വലിയൊരു ആപ്ലിക്കേഷൻ ആണ് എന്ത്? കാർബാനയോണിന്റെ ജനറേഷൻ. അപ്പൊ ഇതെന്താ? ഇലക്ട്രോൺ ഇവിടെ ഒരു എക്സസ് ആയിട്ട് നെഗറ്റീവ് ചാർജിന്റെ ഒരു പ്രസൻസ് ഉണ്ട് അല്ലേ? നെഗറ്റീവ് ചാർജ് പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇതും അൺസ്റ്റേബിൾ ആണ്, ഹൈലി റിയാക്റ്റീവ് ആണ്. ഇതിന്റെ സ്റ്റെബിലിറ്റിയുടെ ഓർഡർ, സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ പ്രൈമറി, അതായത് നമ്മൾ കാർബോ കാറ്റോണും ഫ്രീ റാഡിക്കൽസിന്റെയും നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം ഇവിടെ സ്റ്റെബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണ്? പ്രൈമറിക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. ദെൻ സെക്കൻഡറി, അതിനുശേഷം ടേർഷറി. നമ്മൾ എന്തിനാ ഈ കാർബോ കാറ്റോണും കാർബാനയോൺസും പഠിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു റിയാക്ഷൻ തന്നാൽ അതിന്റെ പ്രോഡക്റ്റ് എഴുതാൻ അറിഞ്ഞിരിക്കണം. വെച്ചാൽ ഏറ്റവും മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ്, നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഒരു ഓർഗാനിക് റിയാക്ഷൻ നടക്കുന്നത് എങ്ങനെയാണ്? ഓർഗാനിക് റിയാക്ഷനിൽ സബ്സ്ട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെ കാർബൺ പ്രൊവൈഡ് ചെയ്യുന്ന റിയാക്ടന്റ്, അതാണ് സബ്സ്ട്രേറ്റ്. അതിനെ ഒരു അറ്റാക്കിംഗ് റിയേജന്റ് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ എന്താ, പല ഇന്റർമീഡിയറ്റ്സിലൂടെ കടന്നിട്ടാണ് പ്രോഡക്ട്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇന്റർമീഡിയറ്റ് ഫോർമേഷൻ ഉണ്ടല്ലോ, എപ്പോഴും സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിരിക്കും ആ ഒരു റിയാക്ഷനിൽ
ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ്സിലാണ് ആരൊക്കെ? കാർബാനോൺസ്, കാർബോകാറ്റോൺസ്, ഫ്രീ റാഡിക്കൽസ്, ഇവരൊക്കെയാണ് ഇന്റർമീഡിയറ്റ്സ്. അപ്പം ഉണ്ടാകുന്ന ഇന്റർമീഡിയറ്റ് എന്തായിരിക്കണം? ഹൈലി സ്റ്റേബിൾ ആയിരിക്കണം. അപ്പോൾ നമ്മളിപ്പോ റിയാക്ഷൻ നമുക്കൊരു കോമ്പൗണ്ട് തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫിഷനിൽ നമുക്ക് പല പ്രോഡക്ട്സുകൾ ഫോം ചെയ്യാം. പക്ഷെ അതിൽ ഏറ്റവും സ്റ്റേബിൾ പ്രോഡക്റ്റ് എന്തായിരിക്കും? സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഏതാണോ? ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇപ്പൊ കാർബോകാറ്റോൺ ഫോം ചെയ്യുന്ന റിയാക്ഷൻ ആണെങ്കിൽ അവിടെ പ്രൈമറി കാർബോകാറ്റോണിനേക്കാളും സെക്കൻഡറിയോ ടേഴ്സറിയോ ഫോം ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ടെങ്കിൽ സെക്കൻഡറിയോ ടേഴ്സറിയോ അല്ലേ ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ പ്രൈമറി മൂലം ഉണ്ടാകുന്ന പ്രോഡക്റ്റ് നമ്മൾക്ക് അവിടെ മൈനർ പ്രോഡക്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് ഉണ്ടാവത്തില്ല. പകരം എന്താ, ടേഴ്സറി ആണ് കാർബോകാറ്റോൺ ഉണ്ടെങ്കിൽ ടേഴ്സറിയുടെ കറസ്പോണ്ടിങ് പ്രോഡക്റ്റ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പൊ എന്തിനാണ് ഈ ഇന്റർമീഡിയറ്റ്സ് പഠിക്കുന്നത് വെച്ചാൽ അവരുടെ സ്റ്റെബിലിറ്റി നമുക്ക് അറിഞ്ഞെങ്കിൽ മാത്രമേ അതിന്റെ പ്രോഡക്റ്റ് എങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതായത് ഒരു ഈസി പാത്വേയിലൂടെ ഈ റിയാക്ഷൻ, ഒരു സ്റ്റേബിൾ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്യുന്ന പാത്വേയിലൂടെ എങ്ങനെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മേജർ പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നു എന്നുള്ളത് പറയണമെങ്കിൽ നമുക്ക് ഈ ഇന്റർമീഡിയറ്റിന്റെ സ്റ്റെബിലിറ്റി പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ ഇന്റർമീഡിയറ്റ്സിന്റെ സ്റ്റെബിലിറ്റി പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോഡക്റ്റിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇവരുടെ സ്റ്റെബിലിറ്റി ഇങ്ങനെ മാറിയും തിരിഞ്ഞും കാണിക്കുന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ ഇനി പഠിക്കും. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണോ എന്താണ് ഒരു റിയാക്ഷൻ മെക്കാനിസം? ഓക്കെ, റിയാക്ഷൻ മെക്കാനിസം അല്ലെ അതിൽ ഫോം ചെയ്യുന്ന ഒരു കോവാലന്റ് ബോണ്ടിന്റെ ബ്രേക്കേജ് എങ്ങനെയാണ്, ആ ബ്രേക്കിംഗ് മൂലം ഉണ്ടാകുന്ന സ്പീഷീസ് ഇന്റർമീഡിയറ്റ്. ഓക്കെ, ഇന്റർമീഡിയറ്റ് എന്നാണ് അതിന്റെ കറക്റ്റ് ടേംസ്. ഫ്രീ റാഡിക്കൽസും കാർബോകാറ്റോൺസും കാർബാനയോൺസും എന്താണ്? ഇന്റർമീഡിയറ്റ്സ് ആണ്. ഓക്കെ, കാർബാനയോണിന്റെ സ്ട്രക്ചർ മറ്റൊരിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഒരു എക്സ്ട്രാ 2 ഇലക്ട്രോൺസ്, ആ നെഗറ്റീവ് ചാർജ് മീൻസ് 2 ഇലക്ട്രോൺസ് ഉണ്ടല്ലേ, ആ ഇലക്ട്രോൺസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ഹൈബ്രിഡൈസേഷൻ മറ്റൊരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഹൈബ്രിഡൈസേഷൻ എന്ന് പറഞ്ഞാൽ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അതിൽ ടോട്ടൽ 4 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുമല്ലോ, അതിൽ 3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ഹൈഡ്രജനുമായിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നത്. ബാക്കിയുള്ള ഒരു sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസിലാണ് എന്ത് നിൽക്കുന്നത്? ഈ ലോൺ പെയേഴ്സ് വന്ന് ഒക്യുപ്പൈ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ദി ലോൺ പെയേഴ്സ്, നോർമലി നമ്മുടെ sp3 ഹൈബ്രിഡൈസേഷൻ ഉള്ളവരുടെ നോർമൽ ജിയോമെട്രി എന്താണ്? ടെട്രാഹൈഡ്രൽ ആണ്. പക്ഷെ ഇവിടെ ഇത് സിമിലർ ടു എന്താണ്? അമോണിയ മോളിക്യൂൾ അല്ലെ, NH3 മോളിക്യൂളുമായിട്ട് സിമിലർ ആണ്. NH3 നൈട്രജന് ഒരു സെറ്റ് ഓഫ് ലോൺ പെയേഴ്സ് അല്ലേ ഉള്ളത്, ഒരു പെയർ 1 പെയർ ലോൺ പെയേഴ്സ് ആണുള്ളത്. അപ്പൊ നൈട്രജന് സിമിലർ ആയതുകൊണ്ട് തന്നെ ഈ ലോൺ പെയേഴ്സിന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ടും എന്താ, ഈ ലോൺ പെയർ ബോണ്ട് പെയർ റിപ്പൾഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സ്ട്രക്ചർ അത് പൊസസ് ചെയ്തു? ട്രയഗണൽ പിരമിഡൽ ആയിരിക്കും. എന്ത്? കാർബാനയോണ്ട് ജോമെട്രി കാണാതെ പഠിക്കണം കേട്ടോ. ജോമെട്രി വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പ്രീവിയസ് PSC ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ഈ കാർബോകാറ്റോന്റെ ജോമെട്രിയോ എന്തോ അങ്ങനെ സംതിങ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. കാർബോകാറ്റോന്റെയോ കാർബാനയോൺസിന്റെയോ ജോമെട്രി എന്താന്നുള്ളത്. ഓക്കെ, അപ്പോൾ കാർബാനയോൺസ് എന്ന് പറഞ്ഞാൽ അവിടെ sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. പക്ഷെ അവിടെ ഒരു ഹൈബ്രിഡ് ഓർബിറ്റലിൽ എന്താണ് ഒക്യുപ്പൈ ചെയ്യുന്നത്? ലോൺ പെയേഴ്സ് ആണ് ഒക്യുപ്പൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ട്രക്ചർ ടെട്രാഹിഡ്രൽ നിന്നും ഡിസ്റ്റോർഷൻ സംഭവിച്ച്, ഓക്കെ, ആ ഒരു ചേഞ്ച് സംഭവിച്ച് എന്തായിട്ട് മാറുന്നു? ട്രയഗണൽ പിരമിഡൽ ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്റർമീഡിയറ്റുമായിട്ട് അല്ലെ ഒരു ബോണ്ട് ഫിഷനുമായിട്ട്. അപ്പൊ നോർമലി ഓർഗാനിക് കോമ്പൗണ്ട്സിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബോണ്ട് എന്താണ്? കോവാലന്റ് ബോണ്ടാണ്. കോവാലന്റ് ബോണ്ടിന്റെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫിഷൻ അല്ലെ ആ ബോണ്ട് ബ്രേക്കേജ് ആണ് നമ്മൾ പറഞ്ഞത്.